അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും കേട്ട വിധത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു വിഷയം ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഒരു പ്രതിനിധി മാത്രം വിഷയം അവതരിപ്പിക്കുന്നതിന് പകരം ദോഹയിലെ വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, മത സംഘടനകളുടെ, മലയാളികളായ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയും വിവിധ തരത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുകയും അതിൻ്റെ സമാപനം എന്ന നിലക്ക് ഒരു അന്തിമ കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുക, അഥവാ ഒരു സിമ്പോസിയമോ സെമിനാറോ ആണ് ഈ വിഷയത്തിൽ സംഘടിപ്പിക്കപ്പെടേണ്ടത് എന്ന് ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ആലോചിക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ഇസ്ലാഹി സെൻറ്റർ ആഗ്രഹിച്ചിരുന്നതും തീരുമാനിച്ചിരുന്നതും അതുതന്നെയായിരുന്നു. പക്ഷേ ഈ നാട്ടിൽ ചില സാങ്കേതിക നിയമങ്ങൾ കാരണമായി ആ തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധ്യമാവാതെ വരികയാണ് ഉണ്ടായത്. അതെന്ത് എന്ന് അതികൂലങ്കഷമായി അന്വേഷിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ചില സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും പരസ്യപ്പെടുത്തിയ ഒരു പരിപാടി മുടക്കി പോകേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ഒരു സിമ്പോസിയത്തിൽ മോഡറേറ്ററായി മാത്രം കൈകാര്യം ചെയ്യേണ്ട വ്യക്തിയെ ആ വിഷയം തന്നെ അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമേ തുറന്ന് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധത്തിൽ അതുണ്ടാക്കി തീർക്കുന്നതിൽ എൻ്റെ ഭാഗത്ത് അപര്യാപ്തതകളുണ്ടായാൽ, പോരായ്മകളുണ്ടായാൽ അത് സ്വാഭാവികം മാത്രമാണ് എന്ന് അറിയിക്കാനാണ്. നാം 6:30 പറഞ്ഞിരുന്നത്, 7:15 പരിപാടി ആരംഭിക്കുന്നത്. ഇശാ നമസ്കാരത്തോടുകൂടി സംസാരം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമസ്കാര ശേഷം നമുക്ക് വീണ്ടും കൂടി ചേരേണ്ടി വരും. ഈ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്നവർ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും സഹോദരികളുമാണ് എന്ന ധാരണ എനിക്കില്ല. അങ്ങനെയല്ല ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഭൂരിഭാഗം പേരും അങ്ങനെയാണ് എന്ന ബോധവും എൻ്റെ പക്കലുണ്ട് താൻ. അതുകൊണ്ട് ഞാൻ ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ പരിഗണനയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. അതൊരു അപൂർണതയിൽ നിൽക്കുന്നതിന് മുമ്പായിരിക്കാം ഒരുപക്ഷെ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്നതെങ്കിൽ ഉദ്ദേശിക്കും വിധത്തിൽ പൂർത്തീകരിക്കാൻ പിന്നീട് സാധ്യമാവൂ എന്ന് മുൻകൂട്ടി അറിയിക്കേണ്ട. ദേശീയ ബോധവും ദേശസ്നേഹവും മുസ്ലിങ്ങളും, അല്ലെങ്കിൽ ദേശീയ ബോധവും ന്യൂനപക്ഷങ്ങളും എന്ന് പറയുമ്പോൾ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിറകിൽ കാര്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്നു നിൽക്കുന്ന വിവിധതരം ചിന്താഗതികളും പ്രസ്ഥാനങ്ങളും അവർ പ്രത്യക്ഷമായും പരോക്ഷമായും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, വിശേഷിച്ച് മുസ്ലിങ്ങൾക്ക് നേരെയൊക്കെ എയ്തുവിടുന്ന അമ്പുകൾ പല സന്ദർഭങ്ങളിലും അത് മുസൽമാൻ്റെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യും വിധത്തിലുള്ളവയാണ് എന്നതാണ് ദുഃഖകരമായ ഒരവസ്ഥ. റബ്ബിൻ്റെ ഒരു തീരുമാനമുണ്ട് മുസ്ലിം സമുദായത്തോട്.
ഏത് സാഹചര്യത്തിൽ ഏത് ചുറ്റുപാടുകൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും ഒരന്ധമായ വിധത്തിൽ എവിടേക്ക് നീങ്ങണം, എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരിച്ചറിയാത്ത ഒരു വിധത്തിൽ അങ്കലാപ്പിലാകേണ്ടവനല്ല മുസൽമാൻ. താൻ അങ്കലാപ്പിലാവാതിരിക്കുക മാത്രമല്ല, തന്നെപ്പോലെ ദ്രോഹിക്കപ്പെടുന്നവരുടെ മുമ്പിൽ വെളിച്ചത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുത്ത് അവരെ കൂടി വഴി നടത്തുക കൂടി ചെയ്യേണ്ട ബാധ്യത മുസ്ലിങ്ങളായ നമുക്കുണ്ട്. അതുകൊണ്ട് ആസൂത്രിതമായും സംഘടിതമായും മുസ്ലിങ്ങളുടെ ദേശീയ ബോധത്തെ ചോദ്യം ചെയ്യുകയോ സംശയിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വളർന്നു വരികയോ വളർത്തപ്പെടുകയോ ചെയ്യുമ്പോൾ മൗനം പാലിക്കാനല്ല, ആവശ്യമായ അവബോധത്തോടെ അവയെ കൈകാര്യം ചെയ്യാനും ചികിത്സിക്കേണ്ട വിഭാഗങ്ങളെ ചികിത്സിക്കേണ്ട വിധത്തിൽ ചികിത്സിക്കാനും മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ ആത്മാഭിമാനവും അന്തസ്സിൻ്റെ ബോധവും നഷ്ടപ്പെടാത്ത വിധത്തിൽ അവരാരാണെന്നോ അവരുടെ ദൗത്യം എന്താണെന്നും ഓർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള ബാധ്യത നമ്മളിൽ എല്ലാവരിലും അള്ളാഹു അർപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വിധത്തിലാണ് നാം കൊണ്ടു നടക്കുന്ന ആദർശത്തിൻ്റെ ശക്തിക്ക് വേണ്ടി, നാം ഏതൊരു ദൗത്യത്തിൻ്റെ വാഹകരായി ജീവിക്കുന്നുവോ അതിൻ്റെ ശക്തമായ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം സമൂഹം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഇസ്ലാമാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്ന ഭയപ്പാട് നിലനിൽക്കുന്നതോട് കൊണ്ടുകൂടി ചില കാര്യങ്ങൾ കൂട്ടത്തോടെ നാം ചർച്ച ചെയ്യുകയും ബോധവൽക്കരണം ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ തരമൊരു വിഷയത്തിൻ്റെ പശ്ചാത്തലം. ഒരു വിഷയത്തെ പല വിധത്തിൽ അഭിമുഖീകരിക്കുകയും പല വിധത്തിൽ അതിലെ ചിന്തകൾ പടിപടിയായി കൊണ്ട് അവതരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും അതിസമർത്ഥരായ ആളുകൾക്ക്. ആ പട്ടികയിലല്ല ഞാനെന്നറിയാവുന്നതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ ചിന്തകളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇത് നാം ആഗ്രഹിക്കുന്നതും ഇത് നാം സമർപ്പിക്കുന്നതും നാം ആരാധിക്കുന്ന സൃഷ്ടാവായ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്നതുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും നാം രൂപപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലം വിട്ടു പോവാതിരിക്കണമെന്ന ശാഠ്യം ബോധം നമുക്കുള്ളതുകൊണ്ടും ഞാൻ ഖുർആനിലെ ചില ആയത്തുകളിലൂടെ എൻ്റെ വിഷയം പറഞ്ഞു തുടങ്ങട്ടെ. എനിക്ക് ആദ്യം ഓർമ്മയിൽപ്പെടുത്താൻ തോന്നുന്നത് റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ ഒരു പ്രഖ്യാപനമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. ഈ ഇരിക്കുന്നവർ മിക്കവർക്കും ഈ ആയത്തിൻ്റെ ആശയം അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ ഗോത്രങ്ങളോ സമൂഹങ്ങളോ ആക്കി മാറ്റിയത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പടച്ചവൻ്റെ പക്കൽ ആദരിക്കപ്പെടുന്നവൻ, സ്ഥാനവലിപ്പമുള്ളവൻ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പടച്ചവൻ്റെ നിയമങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നവനാവും. ഈ തരമൊരു വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലാതെ പല സന്ദർഭങ്ങളിൽ ഈ ആയത്ത് കേട്ടവരാണ്